പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണ്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ അന്വേഷണം വേഗത്തിലാക്കാൻ ജില്ലാ കളക്ടർക്ക് സർക്കാരിന്റെ നിർദ്ദേശം. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം. ഫയർഫോഴ്സിന്റെയും PWDയുടെയും വിശദീകരണം തേടി കളക്ടർ. മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ മന്ത്രി വീണ ജോർജ് ഇന്ന് എത്തിയേക്കും. മന്ത്രിയുടെ രാജിക്കായി പ്രതിഷേധം ശക്തം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധാകേന്ദ്രമാകാൻ തിരുവമ്പാടി. തവനൂരോ പട്ടാമ്പിയോ കിട്ടിയാൽ തിരുവമ്പാടി വിട്ടുകൊടുക്കാൻ ലീഗ് തയ്യാർ. സീറ്റ് വിട്ടുകൊടുക്കാനുള്ള ആലോചനയിലേക്ക് നയിച്ചത് പ്രാദേശിക ഉൾപാർട്ടി പ്രശ്നങ്ങളും സാമുദായിക വോട്ട് പരിഗണനയും. തവനൂരിലും പട്ടാമ്പിയിലും കൂടുതൽ ജയസാധ്യതയെന്നും ലീഗിന്റെ കണക്കുകൂട്ടൽ. തിരുവനന്തപുരം നഗരത്തിലെ ആഡംബര വീട് കൈമാറ്റ തട്ടിപ്പിൽ അന്വേഷണം വ്യാപിപ്പിച്ച പോലീസ്. പിന്നിൽ അറസ്റ്റിലായ 2 പേർ മാത്രമല്ല, വ്യാജരേഖ നിർമ്മിച്ചവരെ കണ്ടെത്താൻ ശ്രമം. ഹിന്ദി വിവാദത്തിൽ 2 പതിറ്റാണ്ടിന് ശേഷം ഒന്നിച്ച് വേദി പങ്കിട്ട് ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും. പിണങ്ങിപ്പിരിഞ്ഞ സഹോദരന്മാരുടെ സംഗമം സൂചന നൽകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള രാഷ്ട്രീയ പടയൊരുക്കം. ഭാഷാ തർക്കത്തിൽ താക്കറെ സഹോദരന്മാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും. നിപ്പ ബാധിച്ച പാലക്കാട് തച്ചനാട്ടുകരയുടെ സ്വദേശിനിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. പെരിന്തൽമണ്ണയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 110 പേർ നിരീക്ഷണത്തിൽ. നിപ്പ മൂലം മരണമുണ്ടായ മലപ്പുറത്തെ പഞ്ചായത്തുകളിൽ കർശന ജാഗ്രത തുടരുന്നു. പരിശോധനയ്ക്ക് അയച്ച 11 സാമ്പിളുകളിൽ ഒരാളുടേത് നെഗറ്റീവ്. രജിസ്ട്രാറുടെ സസ്പെൻഷന് ശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം. സസ്പെൻഷനെ ചൊല്ലി കോടതിയിൽ അറിയിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യും. യോഗം വിളിച്ചത് ഇടതംഗങ്ങളുടെ ആവശ്യപ്രകാരം. മസ്ക് പറഞ്ഞത് വെറുതെ ആയില്ല. അമേരിക്കൻ പാർട്ടി പ്രഖ്യാപിച്ചു. അമേരിക്കയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം തിരികെ നൽകുക ലക്ഷ്യമെന്ന് മസ്ക്. അമേരിക്കയിലെ ടെക്സസിൽ മിന്നൽ പ്രളയത്തിൽ മരണം 46ആയി. മരിച്ചവരിൽ 15 പേർ കുട്ടികൾ. രക്ഷാപ്രവർത്തനം തുടരുന്നു. ഗ്വാഡാലൂപ്പ് നദിയിലെ വെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയത് നിരവധി വീടുകളും വാഹനങ്ങളും. കഴിഞ്ഞ ദിവസങ്ങൾ സംഘർഷഭരിതമായിരുന്നു. ഇന്നും സമാനമായിരിക്കും അവസ്ഥ. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ അന്വേഷണം വേഗത്തിലാക്കാൻ എന്തായാലും കളക്ടർക്ക് സർക്കാർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. ഫയർഫോഴ്സ്, പൊതുമരാമത്ത് വകുപ്പ് അടക്കം വിവിധ വകുപ്പുകളോട് കളക്ടർ റിപ്പോർട്ട് തേടി. മരിച്ച ബിന്ദുവിന്റെ വീട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് സന്ദർശിച്ചേക്കും. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. ശ്രീജിത്ത് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. അത് സംസ്ഥാന വ്യാപകമായി തന്നെ സർക്കാരിനെതിരായ ഒരു പ്രതിഷേധമാക്കി മാറ്റുന്നത് കണ്ടു. ഇപ്പോൾ കളക്ടറോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. വീണ ജോർജിന്റെ സന്ദർശനമുണ്ട്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വാർത്തകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പ്രതിഷേധങ്ങൾ പലയിടത്തും തുടരും. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രാദേശികമായാണ് മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെയാണ് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ ആ പ്രതിഷേധം അങ്ങനെ ഉണ്ടായാൽ ആരോഗ്യമന്ത്രിയൊക്കെ വഴിയിൽ തടഞ്ഞാൽ അതിനെ നേരിടുമെന്ന DYFIയും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ആ നിലയിൽ പ്രതിഷേധവും ഉപരോധവും ഒക്കെ തിരിച്ചു പ്രതിരോധവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇത് അപ്രതീക്ഷിത പ്രതിഷേധങ്ങളാണ്. അതായത് പ്രഖ്യാപിച്ചിട്ടുള്ള നിലയിൽ, അതായത് പ്രതിഷേധ സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. നാളെയും മറ്റുമാണ് മറ്റ് പ്രതിഷേധങ്ങൾ. നാളെ 7-ാം തീയതി BJPയുടെ മാർച്ചുണ്ട്. UDFന്റെ മാർച്ചുകളും കോട്ടയത്ത് ആസൂത്രണം ചെയ്തിട്ടുണ്ട്.
കളക്ടറുടെ അന്വേഷണം നേരത്തെ തന്നെ സർക്കാർ തുടക്കത്തിൽ തീരുമാനിച്ചാണ്. അത് പരമാവധി വേഗത്തിൽ തരാനുള്ള ഒരു നിർദ്ദേശം സർക്കാർ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കളക്ടർ കഴിഞ്ഞ ദിവസം തന്നെ മിനിയാന്ന് തന്നെ ഇവിടെ വന്ന് പരിശോധനകൾ നടത്തിയിരുന്നു. പിന്നീട് കളക്ടർക്ക് വേണ്ടത് ഇതിന്റെ വിവിധ വിഭാഗങ്ങൾ ഇവിടെ പരിശോധന നടത്തിയ വിഭാഗങ്ങൾ ഇവിടെ പ്രവർത്തിച്ച വിഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് PWD ഒപ്പം തന്നെ ഈ ഫയർഫോഴ്സ് ഇവരുടെയൊക്കെ ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കളക്ടർ. അവരുടെ ഭാഗത്ത് നിന്ന് എന്താണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്, വീഴ്ചകൾ എങ്ങനെ എന്നത് സംബന്ധിച്ചുള്ളൊരു അവരിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. അതുകൂടി ലഭിച്ച് വൈകാതെ റിപ്പോർട്ട് നൽകാനാണ്. ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകുമെന്നാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. ആ നിലയിൽ മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും മെഡിക്കൽ കോളേജിൽ ഇന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ല. അതേസമയം ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ വീട്ടിലെത്തിയേക്കും. 2 ദിവസത്തിനുള്ളിൽ എത്തുമെന്നാണ് അവർ അറിയിച്ചിരുന്നത്. എപ്പോഴെത്തുമെന്ന് സംബന്ധിച്ചൊരു അന്തിമമായ വ്യക്തത വന്നിട്ടില്ല. പക്ഷെ ഇന്ന് ഒരുപക്ഷെ അതിനുള്ള സാധ്യതയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീജിത്ത്, ഈ ആരോഗ്യമന്ത്രി ഇപ്പം അപകടം നടന്ന് 3 ദിവസം കഴിഞ്ഞു. അവർ ഫോണിൽ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആരോഗ്യമന്ത്രി ഇനിയും അവിടെ എത്താത്തതിനെ പറ്റി അല്ലെങ്കിൽ ആ വീട്ടുകാരോട് വന്ന് സംസാരിക്കാത്തതിനെ പറ്റിയൊക്കെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഈ പ്രതിഷേധം കാരണമാണോ ഈ സന്ദർശനം വൈകിപ്പിക്കുന്നത്? ഒരുപക്ഷെ വീട്ടിൽ അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ സഹകരണ മന്ത്രി VN വാസവൻ എത്തിയത്, ഇതിനെല്ലാം വളരെ കാര്യമായി തന്നെയാണ് കുടുംബം കണ്ടത്. അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടാണ് കുടുംബം സ്വീകരിച്ചത്. വീട്ടുകാരുടെ ഭാഗത്ത് നിന്നൊരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതേസമയം ആരോഗ്യമന്ത്രി എവിടെ മറ്റിടങ്ങളിലൊക്കെ പരിപാടി പോയാൽ അവിടെ പ്രതിഷേധം പരിപാടികളിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി അത് ഒരുപക്ഷെ അത്തരം സാധ്യതകൾ കൂടി മുന്നിൽ കണ്ടായിരിക്കാം ആരോഗ്യമന്ത്രി അത്രത്തോളം പൊതുപരിപാടികളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കെടുക്കുന്നതായി വന്നിട്ടില്ല. എന്തായാലും തിരുവനന്തപുരത്താണ് അന്ന് അനാരോഗ്യമൊക്കെ അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. തിരുവനന്തപുരത്താണ് ഉണ്ടായിരുന്നത്. ഇന്ന് പക്ഷെ പത്തനംതിട്ട എത്താനുള്ള സാധ്യത ഉണ്ടാകും. ആ നിലയിൽ കൂടിയാണ് ഇന്ന് ഒരുപക്ഷെ വൈക്കത്തേക്ക് എത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത്. എന്തായാലും ഇന്ന് അവരുടെ സന്ദർശനം ഉണ്ടാകും. പക്ഷെ വീട്ടിൽ അത്തരം പ്രതിഷേധങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളൊന്നും ആസൂത്രണം ചെയ്യാനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ചൊരു മരണ വീട് കൂടിയാണ്. വീട്ടുകാർക്കും അത്തരം താല്പര്യങ്ങൾ നിലവിൽ എന്തായാലും ഇല്ല. സർക്കാരിനോടൊരു പ്രതിഷേധം ഇപ്പോൾ അവർ പറയുന്നില്ല. ആദ്യ ദിവസങ്ങളിൽ ശ്രീജിത്ത് നമ്മൾ കണ്ടത് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്ന ചെറിയ പരാതികൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം വൈകി എന്നൊക്കെ അവർ കാര്യമായി തന്നെ മാധ്യമങ്ങളോട് അടക്കം പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു സപ്പോർട്ട്, അതിലൊക്കെ അവർ വളരെ തൃപ്തരാണോ? ഇപ്പൊ നിലവിൽ അവരുടെ കുടുംബത്തിന് വലിയ പരാതികളില്ലാതെ തന്നെ അവരുടെ ആവശ്യങ്ങൾ, മകന്റെ ജോലി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അവർ സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ടല്ലോ, അതിലൊക്കെ അവർ പ്രതീക്ഷയോടെ തന്നെയാണോ ഉള്ളത്? അങ്ങനെയാണ് ഇന്നലെ പ്രതികരിച്ചപ്പോഴും വിശ്വനാഥൻ ഉൾപ്പെടെ സംസാരിച്ചത്. സർക്കാർ മുന്നിൽ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഈ കുട്ടികളുടെ മകളുടെ ആരോഗ്യമാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത്. മകൾ ഇപ്പോഴും ഈ മുറിക്കുള്ളിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വൈകാതെ ഈ ചികിത്സയ്ക്ക് എത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലാണ് കൂടുതൽ ഫോക്കസ് ഉള്ളത്. പരാതിയുമായി ഒന്നും പിന്നാലെ നടക്കാൻ ആകില്ല എന്നാണ് അവർ, അതായത് ഈ വിശ്രുതൻ തന്നെ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരായ പരാതികൾ അത് ഒരുപക്ഷെ ഒരു സ്ഥലത്തുള്ളിലുണ്ടെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. മാത്രമല്ല, ഈ കുടുംബത്തിനൊപ്പം നിൽക്കുമെന്ന സർക്കാരിന്റെ വാക്കിൽ തങ്ങൾ വിശ്വസിക്കുകയാണ് എന്നാണ് കുടുംബം പറഞ്ഞത്. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഉടനൊന്നും അവസാനിക്കില്ല. ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ അവർ സംസ്ഥാനമൊട്ടാകെ പ്രതിപക്ഷ പാർട്ടികൾ ഇത് ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇന്ന് പ്രധാനമായും ഉണ്ടാവുമോ എന്ന് നമ്മൾ ആകാംക്ഷയോടെ നോക്കുന്നത് മന്ത്രി വീണ ജോർജ് ഇവരുടെ വീട്ടിലേക്ക് എത്തുമോ എന്നതാണ്. കളക്ടർ നേരത്തെ തന്നെ റിപ്പോർട്ട് തേടിയിരുന്നതാണ്, അത് വേഗത്തിലാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. മറ്റു വാർത്തകൾ നോക്കാം. കേരള സർവകലാശാലയുടെ പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരും. സസ്പെൻഷനെതിരെ രജിസ്ട്രാർ അനിൽകുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ അറിയിക്കേണ്ട നിലപാട് തീരുമാനിക്കാനാണ് യോഗം. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യപ്രകാരമാണ് VCയുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് യോഗം വിളിച്ചത്. രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് യോഗത്തിൽ ഇടത് അംഗങ്ങൾ ആവശ്യപ്പെടും. എന്നാൽ VC ഇത് അംഗീകരിക്കാൻ ഇടയില്ല. ഡാൻ കുര്യൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഗുഡ് മോർണിംഗ്. അസാധാരണമായ ഒരു യോഗം, ഞായറാഴ്ച ദിവസം ഒരു സിൻഡിക്കേറ്റ് യോഗം ചേരുന്നു. അത് നാളെ കോടതിയിൽ എന്ത് പറയും എന്നതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം VCക്ക് വേണമെങ്കിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാമെന്നും രജിസ്ട്രാർ എന്താണ് ഭാരതാംബ എങ്ങനെയാണ് മതചിഹ്നമാവുന്നതെന്നും
തിരിച്ചാണ് ഉണ്ടായിട്ടുള്ളത് കോടതിയിൽ നിന്ന്. അപ്പോൾ ഇന്ന് ഇടത് അംഗങ്ങളുടെ ഈ യോഗത്തിന്റെ പശ്ചാത്തലം എന്താണ്? ഇന്നത്തെ യോഗത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? രാവിലെ 11 മണിക്കാണ് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം സർവകലാശാല ആസ്ഥാനത്ത് വെച്ച് ചേരുക. വലിയ പോലീസ് സുരക്ഷയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി. സീസർ തോമസിന് പകരം ചുമതല നൽകിയ ദിവസം മുതൽ സീസർ തോമസ് കോളേജിലേക്ക് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുമ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആ സുരക്ഷ ഇന്നും അതുപോലെ തന്നെ തുടരും. ആ അതീവ സുരക്ഷയ്ക്കിടയിലായിരിക്കും ഇന്ന് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ചേരുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ബോധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത് എന്നാണ് ഇന്നലെ വൈസ് ചാൻസലർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഈ ലെറ്ററിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സീസർ തോമസിനെതിരായി വലിയ പ്രതിഷേധമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സർവകലാശാല ആസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏത് തരത്തിലായിരിക്കും ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇടത് അംഗങ്ങളുടെ നിലപാടെന്നുള്ള കാര്യം ഉറപ്പായും എല്ലാവർക്കും അറിയാവുന്നതാണ്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി അടിയന്തരമായി പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഒരു വിട്ടുവീഴ്ചയ്ക്ക് വൈസ് ചാൻസലർ തയ്യാറാകാനുള്ള സാധ്യത നന്നേ കുറവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഗവർണർ പങ്കെടുത്ത പരിപാടിയിലെ വീഴ്ചയുടെ കുറ്റം ആരോപിച്ചുകൊണ്ടാണ് ഈ രജിസ്ട്രാർ അനിൽകുമാറിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്യുന്ന ഉത്തരവുണ്ടായത്. അതിന് പിന്നാലെയാണ് വ്യാപകമായ പ്രതിഷേധം. രാജ്ഭവനിലേക്കും ഗവർണറുടെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുകയാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇടതനുകൂല യുവജന സംഘടനകൾ അടക്കം വലിയ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആ പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ അഭ്യർത്ഥന കൂടി മാനിച്ചുകൊണ്ട് രാവിലെ 11 മണിക്ക് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ചേരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡാൻ വലിയ പ്രതിഷേധമാണ് നമ്മൾ യൂണിവേഴ്സിറ്റി പരിസരത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം എന്നതും ഏറെ പ്രധാനപ്പെട്ടതാണ്. ആ സാഹചര്യത്തിൽ അതിലേക്കൊരു പ്രത്യേക ശ്രദ്ധ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നുണ്ടോ? സമീപകാലത്തൊന്നും അതുണ്ടാകാനുള്ള സാധ്യതയില്ല എന്നതാണ് വസ്തുത. കാരണം ഈ ഗവർണർ സർക്കാർ പോര് പോലെ തന്നെ ഈ SFI അതോടൊപ്പം തന്നെ ഇടതനുകൂല സംഘടനകൾ, ജീവനക്കാരുടെ സംഘടനകൾ അവർക്ക് എതിർദിശയിൽ വൈസ് ചാൻസലർ ഇങ്ങനെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അത് ആ ഒരു നിലപാടിൽ ആരും മാറ്റം വരുത്താൻ തയ്യാറാകുന്നില്ല. വൈസ് ചാൻസലർ അദ്ദേഹത്തിന്റെ കൃത്യമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം വൈസ് ചാൻസലർ നടപടികളെ അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിൽ ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ്. ചാൻസലർ കൂടിയായ ഗവർണർ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയപ്പോഴുണ്ടായ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഈ രജിസ്ട്രാറെ തന്നെ സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് വൈസ് ചാൻസലർ ഉത്തരവിടുന്ന സാഹചര്യമുണ്ടായത്. അതാണ് വലിയ പ്രതിഷേധങ്ങൾ സംസ്ഥാന വ്യാപകമായി ഗവർണർക്കെതിരെ ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക യാത്രാ പരിപാടികളിലടക്കം പോലീസിന്റെ സുരക്ഷ അധികമായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ്. എന്തായാലും പ്രതിഷേധങ്ങൾ കെട്ടടങ്ങാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിലില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പിലേക്ക് പോകണമെങ്കിൽ ഈ സസ്പെൻഷൻ നടപടി, അതായത് രജിസ്ട്രാർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കാൻ ഇന്ന് വൈസ് ചാൻസലർ തയ്യാറാകണം. പക്ഷേ അതിനുള്ള സാധ്യത നന്നേ കുറവാണ്. ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ള കൃത്യമായ ബോധ്യത്തോടെ തന്നെയാണ് അദ്ദേഹത്തിനെതിരായി ഇങ്ങനെ ഒരു നടപടിയിലേക്ക് അവർ കടന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഏത് തരത്തിലുള്ള ഇടപെടലാകും ഇനി ചാൻസലർ കൂടിയായ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നതാണ് അറിയാനുള്ളത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. അസാധാരണമായ ഒരു സിൻഡിക്കേറ്റ് യോഗമാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. ഇടതാംഗങ്ങളുടെ ആവശ്യപ്രകാരം വിളിച്ചുകൂട്ടിയ യോഗം 11:30 ആരംഭിക്കും. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. പ്രത്യേക രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ രൂപം കൊള്ളാൻ ഇനി അധികം സമയമില്ല. വളരെ ചുരുങ്ങിയ സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ വളരെ ശ്രദ്ധാകേന്ദ്രമാകാൻ പോകുന്ന ഒരു മണ്ഡലത്തെക്കുറിച്ചാണ് അടുത്ത റിപ്പോർട്ട്. തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകാൻ മുസ്ലിം ലീഗ് ഒരുങ്ങുന്നു എന്നതാണ് സുപ്രധാനമായ വാർത്ത. തിരുവമ്പാടി സീറ്റ് കേന്ദ്രീകരിച്ച് UDF-ൽ പുതിയ ചർച്ചകൾ സജീവമാവുകയാണ്. തിരുവമ്പാടി വിട്ടു നൽകുമ്പോൾ പകരം തവനൂരോ പട്ടാമ്പിയോ ആണ് ലീഗിന്റെ ലക്ഷ്യം. പാർട്ടിയിലെ പ്രാദേശിക പ്രശ്നങ്ങളും മുസ്ലിം സ്ഥാനാർത്ഥി വന്നാൽ ക്രിസ്ത്യൻ വോട്ട് എതിരാകുമോ എന്ന ഭയവുമാണ് ലീഗിന്റെ പുതിയ കണക്കുകൂട്ടലുകൾക്ക് മുന്നിൽ. CB അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഇനിയും സമയമുണ്ട് തെരഞ്ഞെടുപ്പിന്, പക്ഷേ ചരട് വലികളും ആലോചനകളും ഒക്കെ വളരെ സജീവമാവുകയാണ്. PV അൻവർ എന്നൊരു ഫാക്ടർ ഒരു സൈഡിൽ വളരെ ശക്തമായി മലപ്പുറം ജില്ലയിൽ ഉണ്ട് താനും. ഇപ്പോ ഈ ഒരു തിരുവമ്പാടി വെച്ച് പകരം തവനൂരോ പട്ടാമ്പിയോ ഇങ്ങനെ ഒരു സമവാക്യത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്?
തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകാൻ ലീഗ് ആലോചിക്കുന്നു എന്നതാണ് വാർത്ത. UDF-ൽ ഇതുമായി ബന്ധപ്പെട്ട്, ഈ തിരുവമ്പാടി സീറ്റുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ സജീവമാവുകയാണ്. തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകുകയാണെങ്കിൽ പകരം ലീഗ് ആഗ്രഹിക്കുന്നത് തവനൂരോ പട്ടാമ്പിയോ ആണ്. ഇത് കോൺഗ്രസ് സമ്മതിക്കേണ്ടതുണ്ട്. വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്താണ് ലീഗിന് ഈ മനംമാറ്റത്തിന് പിന്നിൽ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിയിലെ പ്രാദേശിക പ്രശ്നങ്ങളാണ് ഒരു ഘടകം. ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വന്നാൽ തിരുവമ്പാടി മലയോര മേഖലയാണ്, ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള മേഖലയാണ്. അവിടെ ക്രിസ്ത്യൻ വോട്ട് എതിരാകുമോ എന്നൊരു ഭയമുണ്ട് ലീഗിന്. ഈ സാഹചര്യത്തിൽ പുതിയ കണക്കുകൂട്ടലുകൾ ഉയർന്നു വരികയാണ്. സജീവമായ ചർച്ചകൾ നടക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫിറോസ് കുന്നംപറമ്പിലാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തവനൂരിലെത്തിയത്. അനുമോദ് വിവരങ്ങളുമായി. അനുമോദെ, ഈ തിരുവമ്പാടി പല ചർച്ചകളുടെയും നടുക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. PV അൻവറിന്റെ പാർട്ടിയിൽ നിന്ന്, CPM-ൽ നിന്ന് അൻവർ പുറത്തിറങ്ങിയപ്പോൾ തൊട്ട് പലതരത്തിൽ തിരുവമ്പാടിയുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനൊരു സുപ്രധാനമായ നീക്കത്തിലേക്ക്, തവനൂരോ പട്ടാമ്പിയോ പകരം കിട്ടിയാൽ തിരുവമ്പാടി വെച്ചുമാറാമെന്നതിലേക്ക് ലീഗിനെ നയിക്കുന്ന ആലോചനകൾ എന്തൊക്കെയാണ്? ക്ഷമിക്കണം, ഒരു സാങ്കേതിക തടസ്സം മൂലം അനുമോദിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോഴൊക്കെ സജീവമാവുന്നു. തിരുവമ്പാടി കേന്ദ്രീകരിച്ചൊരു പുതിയ ചർച്ച. തിരുവമ്പാടി വിട്ടുകൊടുത്ത് പകരം തവനൂരോ പട്ടാമ്പിയോ കിട്ടിയാൽ കൊള്ളാമെന്ന ലീഗിന് ഒരാലോചന. വിവരങ്ങളുമായാണ് അനുമോദ് ചേരുന്നത്. അനുമോദ്, തിരുവമ്പാടി എപ്പോഴും ചർച്ചകളുടെ നടുക്കുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി. ഇപ്പോൾ പട്ടാമ്പിയോ തവനൂരോ ആവും ഭേദമെന്ന് ലീഗ് കണക്കുകൂട്ടുന്നതിലേക്ക് എത്തിക്കുന്നത് എന്തൊക്കെ ആലോചനകളാണ്, എന്തൊക്കെ സാഹചര്യങ്ങളാണ്? ശ്രീജ, തിരുവമ്പാടി സീറ്റിനെ ചൊല്ലി നേരത്തെ തന്നെ ലീഗിൽ പലതരത്തിലുള്ള അഭിപ്രായം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ മാസങ്ങളിൽ തിരുവമ്പാടി സീറ്റിൽ ലീഗിനുള്ളിൽ തന്നെ വലിയ ആഭ്യന്തര തർക്കങ്ങൾ ഉണ്ടാകുന്നു. ലീഗിൽ തന്നെ തിരുവമ്പാടിയിൽ 2 വിഭാഗങ്ങൾ ഉണ്ടാവുകയും അത് വലിയ പരസ്യമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് വരികയും പാർട്ടി നടപടിയെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ തന്നെ തിരുവമ്പാടി സീറ്റ് ലീഗിനെ സംബന്ധിച്ച് ഇപ്പോൾ സിറ്റിംഗ് സീറ്റല്ല. ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടി വരുന്നതോടെ തിരുവമ്പാടി ലീഗിന് തലവേദനയാകുന്ന തരത്തിലേക്ക് ഒരു സാഹചര്യം തീർക്കുന്നുണ്ട്. അതാണ് പ്രധാനമായിട്ടും ലീഗ് ഈ സീറ്റ് മാറിയാൽ അത് ഗുണകരമാകുമെന്ന ഒരു അഭിപ്രായത്തിലേക്ക് എത്താനുള്ള ഒന്നാമത്തെ കാരണം. മാത്രമല്ല, ലീഗിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഈ ഒരു തിരുവമ്പാടിയിൽ താല്പര്യമുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. നേരത്തെ തന്നെ PV അൻവറിന്റെ ചർച്ചകൾ സജീവമാകുമ്പോൾ തന്നെ തിരുവമ്പാടി സീറ്റിൽ മറ്റ് ലീഗിന് പുറമെ മറ്റാരെങ്കിലും മത്സരിക്കാനുള്ള സാധ്യതകൾ സജീവമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ തന്നെ പല നേതാക്കളും തിരുവമ്പാടി മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്ന നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് തിരുവമ്പാടി വിട്ടുകൊടുത്ത് മറ്റേതെങ്കിലും സീറ്റുകൾ നേടുക എന്നൊരു ആലോചനയാണ് ലീഗിനുള്ളിൽ ഉള്ളത്. അതിൽ തന്നെ ലീഗ് ലക്ഷ്യം വെക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണെങ്കിൽ നാദാപുരമോ അല്ലെങ്കിൽ കൊയിലാണ്ടിയോ എന്ന ഈ 2 സീറ്റുകളാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ കോൺഗ്രസിന് കൊയിലാണ്ടി വിട്ടുകൊടുക്കുന്നതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നേരത്തെ തന്നെ DCC അധ്യക്ഷനായ പ്രവീൺകുമാർ അടക്കം കൊയിലാണ്ടി സീറ്റ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. K മുരളീധരൻ കൊയിലാണ്ടി മത്സരിക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പുറമെ നാദാപുരത്തും ലീഗിനെ സംബന്ധിച്ച ശക്തിയുള്ള ഇടമാണ്. അപ്പോൾ നാദാപുരത്തും ജയിക്കാനാകുമെന്നൊരു പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നുണ്ട്. ഇതിന് പുറമെ ഇനി കോഴിക്കോട് ജില്ലയിൽ സാധ്യമല്ലെങ്കിൽ മറ്റേതെങ്കിലും 2 ഓപ്ഷൻ എന്ന നിലയിലാണ് തവനൂരും പട്ടാമ്പിയിലും പരിഗണനയിൽ വരുന്നത്. പക്ഷേ മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ തവനൂർ
നിലവിൽ തന്നെ കോൺഗ്രസിന് 4 സീറ്റുകളെ ജില്ലയിലുള്ളൂ. അതിൽ നിന്ന് ഒരു സീറ്റ് വിട്ടുകൊടുക്കുക എത്രമാത്രം പ്രായോഗികമാകും എന്നുള്ള കാര്യമൊക്കെ ചർച്ച കണ്ടു തന്നെയാണ്. അത് തന്നെ ലീഗ് KT ജില്ലയിൽ മത്സരിക്കുന്നില്ലെങ്കിൽ മാത്രമാകും തവനൂർ സീറ്റ് ഏറ്റെടുക്കാനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ KT ജില്ലയിൽ മത്സരിക്കുന്നില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഒരു കാര്യം കൂടിയുണ്ട്. ഇനി തവനൂർ ഈ ഒരു 12-4 എന്ന ആ ഒരു ഇക്വേഷൻ മാറുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ജില്ലയിലേറെ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുമെങ്കിൽ പട്ടാമ്പി സീറ്റും അവർ പകരത്തിന് ആലോചിക്കുന്നുണ്ട്. നിലവിൽ തന്നെ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ തവണ 2 സീറ്റിൽ ലീഗ് മത്സരിച്ചതാണ്, മണ്ണാർക്കാടും കോങ്ങാടും. മണ്ണാർക്കാട് ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. കോങ്ങാട് കഴിഞ്ഞ തവണ ആദ്യമായിട്ട് ലീഗിൽ മത്സരിക്കുന്ന സാഹചര്യം. അപ്പോൾ ആ കോങ്ങാടിന് പകരം പട്ടാമ്പി ലീഗിന് നൽകുകയാണെങ്കിൽ അത് നിലവിൽ തന്നെ LDFിൻ്റെ കയ്യിലാണ് സീറ്റുള്ളത്. അവിടെ ജയിച്ചു കയറാവുന്നൊരു പ്രതീക്ഷ ലീഗ് പങ്കുവെക്കുന്നുണ്ട്. അത്തരത്തിൽ വിജയസാധ്യതയുള്ള ഇടങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മത്സരിക്കുക എന്ന ഒരു തന്ത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് മുൻനിർത്തുക. കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്നതിലല്ല, കൂടുതൽ സീറ്റുകൾ വിജയിക്കുന്നതിലാണ് കാര്യമെന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു തീരുമാനമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വിജയസാധ്യത ഉള്ളിടങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക എന്ന നീക്കമാണ് എന്ന ആലോചനയാണ് ലീഗിനുള്ളത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായ തിരുവമ്പാടിയേക്കാൾ ഒന്ന് പൊരുതിയാൽ വിജയിച്ചു കയറാൻ കഴിയുന്ന നാദാപുരവും കൊയിലാണ്ടിയും പട്ടാമ്പിയും ഒക്കെ തവനൂരും ഒക്കെ ലീഗ് ലക്ഷ്യമിടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യവും ഇതുതന്നെയാണ്. ശ്രീജ. അനുമോദ്, ഇത് ലീഗിൻ്റെ ആലോചനകളാണ്. അതേസമയം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് ഇപ്പോൾ മുഹമ്മദ് മൊഹസിനാണ് പട്ടാമ്പിയിലെങ്കിലും CP മുഹമ്മദിൻ്റെ മണ്ഡലമായിരുന്നു, അവർക്ക് വേരുകളുള്ള മണ്ഡലം തന്നെയാണ് പട്ടാമ്പിയും. അപ്പോൾ ആ നിലയ്ക്ക് പട്ടാമ്പിയോ അല്ലെങ്കിൽ തവനൂരോ ഒക്കെ വിട്ടു നൽകാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് എത്രത്തോളം ഒരു താല്പര്യമുണ്ടാകും? ആ രീതിയിലുള്ള ചർച്ചകൾ ലീഗിൻ്റെ ഒരു താല്പര്യത്തിനപ്പുറത്തേക്ക് ഇത് ഒരു സമവായത്തിലെത്തുന്ന തരം ചർച്ചകളാണോ? ഇത് തെരഞ്ഞെടുപ്പിന് ഇനിയും മാസങ്ങൾ ശേഷിക്കെ തന്നെ ഇത്തരം ആലോചനകളും ചർച്ചകളൊക്കെ തുടക്കമിടുന്നത് ഒരു ഘട്ടം വരുമ്പോൾ അതിന് അനുകൂലമായൊരു സാഹചര്യം തീർക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിൽ അവർ മത്സരിക്കുന്ന തവനൂരോ പട്ടാമ്പിയോ വിട്ടുകൊടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് പ്രായോഗികമായിട്ട് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. നമ്മൾ കോൺഗ്രസ് നേതാക്കളോട് തന്നെ പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ 4 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. അതിൽ നിന്നൊന്ന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജില്ലയിൽ കോൺഗ്രസിന്റെ പ്രാതിനിധ്യം കുറയുന്നു, ജില്ലയിൽ കോൺഗ്രസ് ചിത്രത്തിൽ തന്നെ ഇല്ലാതെയാവുന്ന ഒരു സാഹചര്യം വരും. അങ്ങനെ ഒരു സാഹചര്യത്തിന് അവർ വിട്ടുകൊടുക്കാൻ ഒരു തരത്തിലും താല്പര്യം. പക്ഷെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ സീറ്റിൽ മത്സരിച്ചത് ഫിറോസ് കുന്നുംപറമ്പിൽ സ്വതന്ത്ര ചിഹ്നത്തിലാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു ആ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം കൂടി അവിടെ പ്രധാനപ്പെട്ട ഒന്നാണ്. കോൺഗ്രസിന് അത്രയും വിജയസാധ്യതയുള്ള മണ്ഡലമാണെങ്കിൽ എന്തുകൊണ്ട് സ്വതന്ത്രനെ മത്സരിപ്പിച്ചു എന്ന ചോദ്യമൊക്കെ മറുവശത്ത് ഉയരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ തവനൂർ കോൺഗ്രസിന്റെ ശക്തിയുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ തന്നെ മത്സരിച്ച് വിജയിച്ച് നിലനിർത്തുന്ന ഒരു മണ്ഡലമല്ല. ഇതുവരെ അവിടെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ജയിക്കാനുള്ള എല്ലാ പരീക്ഷണങ്ങളും കോൺഗ്രസ് ഇതിനോട് നടത്തി കഴിഞ്ഞതാണ്. അവിടെ പ്രശ്നം വരുന്നത് ആ ഇക്വേഷൻ തെറ്റുന്നു എന്നുള്ളതാണ്. 12-4 എന്ന ഇക്വേഷൻ തെറ്റി അവിടെ 13-3 എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അണികൾക്ക്, കോൺഗ്രസ് നേതാക്കൾക്ക് അതിലൊരു അനിഷ്ടം അല്ലെങ്കിൽ അതൊരു കോൺഗ്രസിന്റെ ശക്തി കുറയ്ക്കുന്ന, കോൺഗ്രസിന്റെ പ്രാതിനിധ്യം കുറയ്ക്കുന്ന ഒരു സാഹചര്യമാകില്ലേ എന്ന ചോദ്യമാണ് വരുന്നത്. അല്ലാതെ തവനൂർ വിജയിച്ചു കയറുന്ന ഒരു സീറ്റായിട്ട് കോൺഗ്രസ് കാണുന്നത് കൊണ്ടോ കോൺഗ്രസിന്റെ അത്രയും അടിത്തറ ഉറപ്പുള്ള ഒരു സീറ്റായിട്ട് കാണുന്നതുകൊണ്ടോ അല്ല. മാത്രമല്ല കോൺഗ്രസിന്റെ പല നേതാക്കളും തവനൂർ കേന്ദ്രീകരിച്ച് ഇപ്പോൾ തന്നെ പ്രവർത്തനം തുടങ്ങിയിട്ടുമുണ്ട്. അതൊരു കാര്യം. പട്ടാമ്പിയിലേക്ക് വരികയാണെങ്കിൽ പട്ടാമ്പി കോൺഗ്രസിന്റെ മൂസിൻ വരുന്നതിന് മുൻപ് വരെ കോൺഗ്രസിന്റെ ഉറച്ച സീറ്റ് തന്നെയായിരുന്നു. CP മുഹമ്മദ് വർഷങ്ങളായി വിജയിച്ചു കയറുന്ന ഒരു സീറ്റായിരുന്നു. അവിടെ ലീഗിന് നല്ല സ്വാധീനമുണ്ട്. പല പഞ്ചായത്തുകളും അവിടെയുണ്ട്. സ്വാഭാവികമായിട്ടും ലീഗിന് അവിടെ താല്പര്യം മുൻപേ ഉള്ളതാണ്. പക്ഷേ കോൺഗ്രസ് ആ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടില്ല. പക്ഷേ ഇവിടെ തിരുവമ്പാടി ഒരു ജയസാധ്യത കോൺഗ്രസിനുണ്ട് എന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ വരികയാണെങ്കിൽ VS ജോയിയെ പോലെയുള്ള യുവ നേതാക്കളിൽ നല്ല സ്വീകാര്യതയുള്ള യുവ നേതാക്കൾ അവിടെ മത്സരിക്കാൻ സന്നദ്ധരായിട്ട് നിൽക്കുകയാണെങ്കിൽ VS ജോയി ഇപ്പോഴും അതിന് സമ്മതം മൂടിയിട്ടില്ല, അല്ലെങ്കിൽ അത്തരൊരു പകുതി മനസ്സ് മാത്രമാണുള്ളത്. ആ ഒരു സാധ്യത, ഒരു സീറ്റ് മലബാറിൽ അധികം നേടുക, ഒപ്പം തന്നെ പട്ടാമ്പിയിൽ ജയിക്കാനായാൽ മലബാറിലെ ഒരു 2 സീറ്റ് അധികം കിട്ടുന്നൊരു സാഹചര്യം വരും. ആ ഒരു സാഹചര്യം തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. പക്ഷേ പട്ടാമ്പിയിലും റിയാസ് മുക്കോളിയെ പോലെയുള്ള യുവ നേതാക്കൾ വർഷങ്ങളായിട്ട് പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിച്ചതിന് ശേഷവും പട്ടാമ്പി കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഉള്ളത്. നമുക്കറിയാം മലബാറിൽ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ഏറ്റവും അധികം സമരങ്ങളിൽ പങ്കെടുത്ത് സമരം ചെയ്ത് ഒരുപാട് അടി വാങ്ങിയ നേതാവാണ് റിയാസ് മുക്കോളി. അപ്പോൾ റിയാസ് മുക്കോളിയെ പോലുള്ള യുവ നേതാക്കളെ അങ്ങനെ എഴുതി തള്ളുക എന്നുള്ളതൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ എളുപ്പമല്ല, പ്രത്യേകിച്ച് യുവ നേതാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കിട്ടുന്ന സാഹചര്യത്തിൽ. അതുകൊണ്ട് റിയാസ് മുക്കോളിയുടെ ഒരു സാന്നിധ്യം പട്ടാമ്പി നേരത്തെ തന്നെയുണ്ട്. അദ്ദേഹം അവിടെ തന്നെ കേന്ദ്രീകരിച്ച് മുമ്പ് CR മഹേഷൊക്കെ എങ്ങനെയാണോ കരുന്ന
അസംബ്ലിയിലൊക്കെ പ്രവർത്തിച്ചിരുന്നത് അതുപോലെ റിയാസ് മുക്കോളി പട്ടാമ്പി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുക കോൺഗ്രസിന് എളുപ്പമല്ല. അതുകൊണ്ട് ഇത് പ്രാഥമിക ചർച്ചകൾ മാത്രമാണ്. ആത്യന്തികമായിട്ട് ഇതിൽ ഏതെല്ലാം സീറ്റുകളിൽ സാധ്യത, അന്തിമ സാധ്യത എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അനുസരിച്ചായിരിക്കും ഇതിൽ തീരുമാനം വരിക. മാസങ്ങൾ മുൻപിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ പലതരം ചർച്ചകൾക്കും സാധ്യതകളുണ്ട്, സാഹചര്യങ്ങളുമുണ്ട്. ശ്രീജ. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ലീഗിൽ സജീവമായി നടക്കുന്ന ഒരു ചർച്ച തിരുവമ്പാടി വിട്ടുകൊടുത്ത് പകരം തവനൂരോ പട്ടാമ്പിയോ കിട്ടിയാൽ കൊള്ളാമെന്നതാണ് ലീഗിന്റെ ആലോചന. അതിന് കോൺഗ്രസ് വഴങ്ങുമോ? ജയം എന്നത് മുന്നിൽ കാണുമ്പോൾ എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ഉണ്ടാകും UDF-ൽ? ഇതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. തിരുവമ്പാടി എന്തായാലും ചർച്ചകളുടെ നടുക്കുണ്ട്. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. പാലക്കാട്ട് നിപ ബാധിച്ച് ചികിത്സയിലുള്ള തച്ചനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ഇവരെ പെരിന്തൽമണ്ണയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അതേസമയം നിപ ബാധിച്ചു മരിച്ച മലപ്പുറം മങ്കട സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിലുള്ള നഴ്സിന്റെ ഫലം നെഗറ്റീവാണ്. അനുമോദ് തന്നെ നൽകും വിശദാംശങ്ങൾ. അനുമോദ്, വീണ്ടും ഒരു നിപ ഭീതിയിലേക്ക് ആ മേഖല, മലപ്പുറവും കോഴിക്കോടും പാലക്കാടും ഉൾപ്പെടെയുള്ള മേഖല എത്തുകയാണ്. ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്ന് അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണോ? എങ്ങനെയൊക്കെയാണ് ഈ സമ്പർക്ക പട്ടിക പരിശോധനകൾ പുരോഗമിക്കുന്നത്? ശ്രീജ, മലപ്പുറം പാലക്കാട് ജില്ലകളെ അക്ഷരാർത്ഥത്തിൽ നിപ വീണ്ടും ആശങ്കയിലാക്കിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് മണ്ണാർക്കാട് ഈ നാട്ടുകൾ എന്ന പ്രദേശം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മലപ്പുറം ജില്ലയിലേക്ക് കൂടി വരുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. നിലവിൽ ഈ യുവതിയുടെ അവസ്ഥ മോശം തന്നെയാണ്. അവർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെയാണ് മാറ്റിയത്. വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസിലാണ് അവരെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ആ മേഖലകൾ കേന്ദ്രീകരിച്ച് സജീവമായിട്ട് തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രദേശത്തെ സാമ്പിളുകൾ പരിശോധനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ നിരവധി പേർക്ക് 300-ലധികം പേർ നിലവിൽ തന്നെ ഈ സമ്പർക്ക പട്ടികയിലൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ആശങ്ക ആ ഒരു മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 3 കുട്ടികൾ ആശുപത്രിയിലുണ്ട്. അവരെ ലക്ഷണങ്ങൾ കണ്ടതുകൊണ്ട് ആശുപത്രിയിലേക്ക് മാറ്റിയതാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അവിടെ സ്രവ പരിശോധനാ ഫലങ്ങളൊന്നും ഇതുവരെ വന്നു ചേർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പാലക്കാടെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു ഫലം, അതായത് ഈ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ ആദ്യ പരിശോധന ഫലം വന്നതിന് ശേഷമേ അവിടുത്തെ സാഹചര്യം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുകയുള്ളൂ. മറിച്ച് മലപ്പുറത്തെ സാഹചര്യം കുറച്ചുകൂടി ആശ്വാസകരമാണ്. 19-കാരി കോഴിക്കോട് വെച്ചാണ് മരിച്ചത്. അവരുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ ആദ്യത്തെ ഫലം, അതിൽ ഒരാളുടെ ഫലം നെഗറ്റീവാണ്. 11 പേരുടെ ഫലമാണ്, സ്രവമാണ് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത്. അത് ഇന്ന് വരും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഏറ്റവും അടുത്തിടപഴകിയ മറ്റാർക്കും തന്നെ, ഈ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട മറ്റാർക്കും തന്നെ രോഗലക്ഷണങ്ങളില്ല എന്നതും ആശ്വാസകരമായ കാര്യമാണ്. ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് 65ഓളം വീടുകളിൽ ഇന്നലെ പനി പരിശോധന നടന്നിരുന്നു. അവിടെയും ആർക്കും ഈ ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്നതും ആശ്വാസകരമായ കാര്യമാണ്. എന്താണെങ്കിലും ഇനിയുള്ള പ്രധാനപ്പെട്ടത് ഈ രോഗിയുമായി അടുത്തിടപഴകിയവർക്ക് ആർക്കെങ്കിലും അസുഖം ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തലാണ്. നിലവിലെ സാഹചര്യത്തിൽ ആദ്യത്തെ ഫലം നെഗറ്റീവായതും മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന കാര്യമാണ്. പക്ഷേ പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് സമ്പർക്ക പട്ടികയിലുള്ളവരുടെ ഫലം ഇനി വരേണ്ടതുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ 2 ഇടങ്ങളിലും രോഗത്തിൻ്റെ പ്രഭവകേന്ദ്രം എവിടെയാണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. കൂട്ടിലങ്ങാടി മങ്കട സ്വദേശിനിയായ ആ കുട്ടിയുടെ പരിസരത്ത് ഫലവൃക്ഷങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഫലവൃക്ഷങ്ങളിൽ നിന്ന് ഈ വവ്വാലുകളുടെ സാന്നിധ്യമുള്ള മേഖലയാണ്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും പഴങ്ങൾ എന്തെങ്കിലും കഴിച്ചതാണോ എന്നുള്ളതും അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തച്ചനാട്ടുകരയാണെങ്കിലും ആ കുട്ടിയുടെ പരിസര പ്രദേശങ്ങളിൽ വവ്വാലുകൾ ധാരാളമായിട്ടുണ്ട് എന്ന തരത്തിലുമാണ് അന്വേഷണ സംഘത്തിന് അറിയാനൊക്കെ കഴിയുന്നത്. അപ്പോൾ ഈ രണ്ടും ഒരുമിച്ച് എങ്ങനെ വന്നു എന്ന കാര്യവും അന്വേഷണത്തിന് ഒരു ചോദ്യമായിട്ട് ഉയരുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും മലപ്പുറത്തിനും പാലക്കാടിനും നിലവിൽ വലിയ ആശങ്കകളില്ല. മലപ്പുറത്തെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു ഫലം നെഗറ്റീവായത് അല്പം ആശ്വാസമാകുന്നുണ്ട്. പാലക്കാട് ഈ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഇതിനിടെ നമ്മൾ നേരത്തെ തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ബിന്ദുവിൻ്റെ വീട്ടിലെത്തിയേക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ബിന്ദുവിൻ്റെ വീട് സന്ദർശിച്ചു. ബിന്ദുവിൻ്റെ അമ്മയെയും ഭർത്താവിനെയും മകനെയും ഒപ്പം ആരോഗ്യം മോശമായ സ്ഥിതിയിലുള്ള മകളെയും കണ്ടു. അവരെ ആശ്വസിപ്പിച്ചു. ഒപ്പം കുടുംബത്തിന് എപ്പോഴും സർക്കാരിൻ്റെ പിന്തുണ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. അതിനുശേഷം സന്ദർശനം പൂർത്തിയാക്കി വീണ ജോർജ് ഇപ്പോൾ അവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു. ആരോഗ്യനിലയിൽ മാറ്റമില്ല എന്നായിരുന്നു ഇന്നലത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ. എന്നാൽ VSന്റെ ശരീരം മരുന്നുകളോട് ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. രാവിലെ മെഡിക്കൽ ബോർഡ് ചേർന്ന് ആരോഗ്യസ്ഥിതി വിലയിരുത്തും.
ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, മരുന്നുകളോട് പ്രതികരിക്കുന്നത് ഒരു പോസിറ്റീവായ സൈനാണ്, പക്ഷേ ആരോഗ്യനില അതേപോലെ തന്നെ തുടരുകയാണോ? എന്താണ് വിവരങ്ങൾ? മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ഡയാലിസിസ് നടപടികളടക്കം നേരത്തേതുപോലെ തടസ്സമില്ലാതെ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ. അദ്ദേഹത്തിന് നൽകുന്ന മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നു, ശരീരം പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ശുഭസൂചകമായാണ് നിലവിൽ ഡോക്ടർമാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ വെന്റിലേറ്റർ സപ്പോർട്ട് ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആദ്യഘട്ട ശ്രമം ഫലം കണ്ടിരിക്കുന്നു. അദ്ദേഹം തനിയെ ശ്വാസമെടുക്കുകയാണ് പിന്നീട് ഉണ്ടായത് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്ന് പ്രത്യേക മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തും. സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് പുറമെ ഗവൺമെൻറ് രൂപീകരിച്ച ഒരു മെഡിക്കൽ ബോർഡുണ്ട്, 7 പേരടങ്ങുന്ന ഒരു മെഡിക്കൽ ബോർഡുണ്ട്. അവർ കൂടി ആശുപത്രിയിലെത്തി വി.എസിൻ്റെ ആരോഗ്യസ്ഥിതി, അദ്ദേഹത്തിന് ഇപ്പോൾ തുടരുന്ന ചികിത്സ, ഇനി നൽകേണ്ട ചികിത്സ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ വിലയിരുത്തൽ നടത്തും. അതിനുശേഷമായിരിക്കും ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ വരിക. ആ മെഡിക്കൽ ബുള്ളറ്റിനിൽ നിലവിലെ സാഹചര്യം എന്താണ് എന്നത് സംബന്ധിച്ച വ്യക്തമായ പരാമർശങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ജവഹർ നഗറിൽ കോടികൾ വിലമതിക്കുന്ന ആഡംബര വസതി വിദേശത്തുള്ള ഉടമസ്ഥയെ അറിയാതെ വ്യാജരേഖകൾ ഉണ്ടാക്കി കൈമാറ്റം ചെയ്തുവെന്ന കേസ് വളരെ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. ആ കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. അറസ്റ്റിലായ 2 പേർക്ക് പുറമെ വ്യാജരേഖകൾ നിർമ്മിച്ച സംഘത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. തട്ടിപ്പ് സംഘം കൈവശപ്പെടുത്തിയ ജവഹർ നഗറിലെ വസതിക്ക് മുന്നിൽ നിന്ന് ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുവനന്തപുരം ജവഹർ നഗറിൽ വ്യാജരേഖ ചമച്ച് 1.5 കോടി രൂപ വില വരുന്ന ഒരു ആഡംബര വസതി ഒരു സംഘം ചേർന്ന് തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട വാർത്ത ഏതാനും ദിവസങ്ങളായി ചർച്ചകളിൽ നിറയുകയാണ്. ജവഹർ നഗറിലുള്ള ഡോറ അസറിയ ക്രിപ്സിൻ എന്ന വിദേശ വനിതയുടെ പേരിലുള്ള വീടിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ വീടിങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. ഡോറ അമേരിക്കയിൽ സ്ഥിര താമസക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ഡോറയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് ഈ വീടുമായി ബന്ധപ്പെട്ട വസ്തുവിൻ്റെ കരമടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളൊക്കെ കഴിഞ്ഞ ഏറെ നാളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ വീടിൻ്റെ കരമടയ്ക്കാനെത്തിയ ഡോറയുടെ സുഹൃത്താണ് ഈ വീട് മറ്റൊരാൾക്ക് വിറ്റിരിക്കുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുന്നത്. അങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസിന് പരാതി നൽകുകയും അതിൻ്റെ അന്വേഷണത്തിനൊടുവിൽ വസന്ത, മെറിൻ ജേക്കബ് എന്ന ഇങ്ങനെ 2 പേർ അറസ്റ്റിലാകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയും വലിയൊരു തട്ടിപ്പും നടന്നിരിക്കുന്നുവെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. അത് 2 പേർ മാത്രം ഉൾപ്പെട്ട ഒരു സംഘമല്ല. വ്യാജമായി പ്രമാണവും ആധാർ കാർഡും മറ്റ് രേഖകളും ഉണ്ടാക്കിയെടുത്ത് ഡോറ അസറിയ ക്രിപ്സിൻ എന്ന അമേരിക്കയിൽ ഇപ്പോൾ സ്ഥിരതാമസക്കാരിയാക്കിയിരിക്കുന്ന ഈ വീടിൻ്റെ ഉടമസ്ഥയോട് രൂപസാദൃശ്യമുള്ള വട്ടപ്പാറ സ്വദേശിനിയായ മരുതൂർ സ്വദേശിനി വസന്തയെ ഉപയോഗിച്ചുകൊണ്ട് രജിസ്ട്രാർ ഓഫീസിൽ രേഖകളിൽ ഒപ്പുവെപ്പിച്ചാണ് ഇങ്ങനെയൊരു വലിയ തട്ടിപ്പ് നടന്നത്. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന 2 പേർക്ക് പുറമെ ഈ രേഖകൾ വ്യാജമായി ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ ആധാർ കാർഡ് വ്യാജമായി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത വലിയൊരു സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കൃത്യമായ കണ്ടെത്തൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മ്യൂസിയം CAയുടെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നത്. കന്റോൺമെൻറ്റ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇങ്ങനെയൊരു വലിയ തട്ടിപ്പ് ഇവർ ഒരു പിഴവും കൂടാതെ ആസൂത്രണം ചെയ്തത് എന്നതാണ് പോലീസിനെ തന്നെ ഞെട്ടിക്കുന്നത്. ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയുടെ സഹായത്തോടെയാണ് രജിസ്ട്രാർ ഓഫീസിൽ ഇവർ ഒപ്പുവെച്ചിരുന്ന രേഖകളടക്കം വിരലടയാളങ്ങളടക്കം വിശദമായി പരിശോധിച്ചാണ് പ്രതികളിലേക്ക് കൃത്യമായി പോലീസിന് എത്തിച്ചേരാൻ കഴിഞ്ഞത്. പക്ഷേ ഈ തട്ടിപ്പിന് പിന്നിലുള്ള മറ്റുള്ളവർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു വീടിന് പുറമെ സമാനമായ തരത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന നിരവധി വീടുകൾ, ആഡംബര വസതികൾ തലസ്ഥാനത്തുണ്ട്. അങ്ങനെയുള്ള മറ്റേതെങ്കിലും സ്ഥലങ്ങൾ ഇതേ സംഘം ഇതേ രീതിയിൽ വ്യാജമായി പ്രമാണവും മറ്റ് രേഖകളും ഉണ്ടാക്കിയെടുത്ത് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ, കൈവശപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായി പോലീസ് പരിശോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് ഈ വീട് ഇഷ്ടദാനം നൽകിയതാണ്. ഈ മെറിൻ ജേക്കബ് എന്ന ഇപ്പോൾ പിടിയിലായിരിക്കുന്ന യുവതിക്ക് ഇഷ്ടദാനം നൽകി ഡോറ അസറിയ ക്രിപ്സിൻ ഇഷ്ടദാനം നൽകിയതാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇതിൻ്റെ മറ്റ് ഇടപാടുകളൊക്കെ പൂർത്തിയാക്കിയത്. അതിനുശേഷം
ഈ വീട് 1.5 കോടി രൂപയ്ക്ക് മെറിൻ ജേക്കബ് മറ്റൊരാൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ മറച്ച് വിൽക്കുകയായിരുന്നു. ചന്ദ്രസേനൻ എന്നൊരാൾക്കാണ് ഈ വീട് വിറ്റിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം സാധാരണയായി വീടിൻ്റെ കരമടയ്ക്കുന്നതിന് വേണ്ടിയാണ് ഡോറയുടെ സുഹൃത്ത് വില്ലേജ് ഓഫീസിലെത്തുന്നത്. അങ്ങനെ ഇതിൻ്റെ കരമടയ്ക്കുന്ന നടപടികൾക്കിടയിലാണ് ആ വസ്തു മറ്റൊരാൾക്ക് വിറ്റിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് അവർ കടക്കുകയും ചെയ്തു. ഇതിനടുത്തൊക്കെ വീടുകളുള്ളതാണ്, തൊട്ട് വീടുകളുണ്ട്, ഫ്ലാറ്റ് സമുച്ചയങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സ്ഥലത്ത്, അതായത് പോലീസിൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴും ഉള്ള ഒരു സർവൈലൻസിലുള്ള ഒരു സ്ഥലമാണ്, ക്രൈംബ്രാഞ്ച് ഓഫീസാണ് ഇതിന് തൊട്ടടുത്ത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വിദഗ്ധമായ ഒരു തട്ടിപ്പ് എങ്ങനെ നടത്താൻ കഴിഞ്ഞു എന്നതാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രോഗിയായ ഈ വസന്തയ്ക്കും അതോടൊപ്പം മെറിൻ ജേക്കബിനും പുറമെ മറ്റ് ചിലർക്ക് കൂടി ഇതിൽ പങ്കുണ്ട് എന്ന കൃത്യമായ നിഗമനത്തിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് എത്തിയത്. ആ അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ പ്രതികൾ രക്ഷപ്പെടാൻ അത് വഴിവെക്കുമെന്നൊരു സാഹചര്യം ഉള്ളതിനാൽ അത്തരം വിശദാംശങ്ങൾ ഇപ്പോൾ പറയാനാവില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ കൃത്യമായി ഈ വ്യാജരേഖ ചമച്ചവർ ആരാണ് എന്നതിൻ്റെ സൂചനകൾ മ്യൂസിയം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന അനൗദ്യോഗികമായ വിവരങ്ങളാണ് നമുക്ക് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. എന്തായാലും ഡോറ അസറിയ ക്രിപ്സിൻ എന്ന വിദേശ വനിതയെ കൃത്യമായി കബളിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തിയതിന് പിന്നിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് മ്യൂസിയം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്നത്. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഡാൻ പറഞ്ഞതുപോലെ ഇതാദ്യമായോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമായോ കണക്കാക്കാനാവില്ല. തീർച്ചയായും ഇതൊരു വലിയ സംഘമാവുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിലേക്കാണിപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഏറ്റവും പ്രമുഖരായ ആളുകൾ താമസിക്കുന്ന മേഖല, ആ മേഖലയിലാണ് ഇങ്ങനെയൊരു തട്ടിപ്പ് നടന്നത്. പോലീസ് വളരെ വിശദമായി തന്നെ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. നമുക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു സംഭവമാണ് അറബിക്കടലിൽ തീപിടിച്ച വാൻഹായ് കപ്പൽ. ഇപ്പോൾ തൽക്കാലം എന്തായാലും കപ്പലിലെ തീ പൂർണ്ണമായും അണച്ചിരിക്കുന്നു. സുരക്ഷാ മുൻകരുതൽ തുടരുന്നതിനാൽ 2 അഗ്നിരക്ഷാ കപ്പലുകൾ വാൻഹായ്ക്കരികെ തുടരുകയാണ്. 24 മണിക്കൂർ നീണ്ടുനിന്ന ശ്രമങ്ങൾക്കൊടുവിലാണ് തീ അണച്ചത്. കപ്പലിലെ കണ്ടെയ്നറുകളിൽ അമോണിയം നൈട്രേറ്റ് ആണോ എന്ന സംശയം ഇപ്പോഴുമുണ്ട്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, 24 മണിക്കൂർ കൊണ്ട് തൽക്കാലം ആശ്വാസമായെങ്കിലും ഇത് എപ്പോൾ വേണമെങ്കിലും വീണ്ടും പ്രതിസന്ധി ഉണ്ടാക്കാം. ഇനിയും തീ പിടിച്ച ആ കപ്പൽ നശിക്കുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ വലിയതുമായിരിക്കും. ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഷിപ്പിലെ തീ അണച്ചു എന്നുള്ളത് ചെറിയൊരു ആശ്വാസം നൽകുന്ന വാർത്തയാണ്. കഴിഞ്ഞ ദിവസം DIGന്റെ റിപ്പോർട്ടിലടക്കം തീ ആളിപ്പടരുന്നത് ഇനിയും ഉയർന്നു കഴിഞ്ഞാൽ വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകുമെന്ന റിപ്പോർട്ട് കൂടി വന്ന സാഹചര്യത്തിൽ വലിയ ആശങ്കയിലായിരുന്നു. പക്ഷെ ഇന്നലെ 24 മണിക്കൂർ നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചത്. പക്ഷെ ഇനിയും തീ പിടിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇതിലടങ്ങിയിരിക്കുന്ന ഈ വിഷവാതകം അത് ഇനിയും കണ്ടെയ്നർ 2500ഓളം കണ്ടെയ്നറുകളുണ്ട്. ഇതിൽ എത്രത്തോളമാണ് ഈ അമോണിയ നൈട്രേറ്റ് ഉള്ളതെന്ന് ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. ആ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വിട്ടിട്ടില്ല. അത് വിട്ടാൽ മാത്രമേ ഇനി എന്താണ് തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ശ്രമങ്ങൾ നടത്താൻ കഴിയും. ഇതെങ്ങനെയെങ്കിലും കരയ്ക്കെത്തിക്കേണ്ട ആവശ്യകതയുണ്ട്. ഇനിയും അത് ഉൾക്കടലിൽ ഇപ്പോൾ അത് സാമ്പത്തിക സമുദ്ര മേഖലയ്ക്കപ്പുറമാണെങ്കിൽ പോലും വലിയ ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഇതിനെ കൂടുതൽ മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ അല്ലെങ്കിൽ ഈ നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാതെ എങ്ങനെ സുരക്ഷിതമായി കരയ്ക്കെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി അഗ്നിരക്ഷാ സേനയുടെ കപ്പലുകളും അവിടെയുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെയുണ്ട്, ഈ വാൻഹായ് കപ്പലിനൊപ്പം തന്നെയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അപകടമുണ്ടായാൽ ഉടനെ തന്നെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിൻ്റെ കണ്ടെയ്നറുകളെ ഇതുവരേക്കും മാറ്റാൻ കഴിയാത്തതെന്നൊരു ആശങ്ക കൂടി പങ്കുവെക്കുന്നുണ്ട്. ഇനി തീ പൂർണ്ണമായും അണച്ചാൽ മാത്രമേ ഒരു കയറ് കെട്ടി, ഒരു ടാഗ് കെട്ടി അതിനെ പുറം കടലിലേക്ക് കൊണ്ടുവരാൻ, കടൽ തീരത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്.
അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തീ പൂർണ്ണമായും അണച്ച സാഹചര്യത്തിൽ ഇനി കണ്ടെയ്നറുകൾ പുറത്തെത്തിക്കുവാനോ അല്ലെങ്കിൽ ഇതിനെ കരക്കെത്തിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്കായിരിക്കും അടുത്തത് കടക്കുക. എന്നാലും റിപ്പോർട്ട് DIGയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വരുമ്പോൾ പോലും വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. കാരണം വലിയ പാരിസ്ഥിതിക ആഘാതമുണ്ടാകുന്ന മത്സ്യങ്ങളൊക്കെ ചത്തൊടുങ്ങുന്ന തരത്തിലേക്ക് വരെ പോകാം ഇതിന്റെ സാഹചര്യം എന്ന ആശങ്ക കൂടി മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ തീ അണച്ചു എന്നൊരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത കൂടി വരുന്നത്. എന്തായാലും ഇപ്പോൾ മറ്റ് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. അവിടെ പെട്ടെന്ന് തീപിടുത്തം ഉണ്ടായാൽ പോലും അത് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം സജ്ജമായിട്ടുണ്ട്. ഇപ്പോൾ ഈ കണ്ടെയ്നറുകൾ എങ്ങനെ പുറത്തേക്ക് എത്തിക്കാം അല്ലെങ്കിൽ ഷിപ്പിൽ നിന്നും പുറത്തെടുക്കാം എന്നതിലൊരു ചർച്ച നടക്കുകയാണ്. എത്രയും വേഗം അത് പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളായിരിക്കും അടുത്തതായി കൈക്കൊള്ളുക. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇനി അമേരിക്കയിൽ നിന്നുള്ള വാർത്തയിലേക്ക്. അമേരിക്കയിലെ ടെക്സസിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണം 50ആയി. കാണാതായ 20 പേർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. പ്രദേശത്ത് മണിക്കൂറുകൾക്കുള്ളിൽ 1 മാസത്തെ മഴ ലഭിച്ചു എന്നാണ് US കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, അപ്രതീക്ഷിതമായുണ്ടായ മിന്നൽ പ്രളയത്തിൽ ആകെ വിറച്ചിരിക്കുകയാണ് അമേരിക്ക, പ്രത്യേകിച്ച് ടെക്സസ്. നിലവിൽ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഇന്ന് രാവിലെ ഇപ്പോൾ 4 പേരുടെ മൃതദേഹം കണ്ടെത്തി. ഇതോടെയാണ് ടെക്സസിലുണ്ടായ വലിയ ദുരന്തത്തിൽ, മഹാപ്രളയത്തിൽ ഇതുവരെ 50 പേർ മരിച്ചതായുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം വരുന്നത്. അതേസമയം തന്നെ മറ്റ് നിരവധി വാർത്തകൾ കൂടി വരുന്നുണ്ട്. മറ്റ് മരണസംഖ്യ കൂടുതൽ ഉയരുന്നു എന്ന ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. നിലവിൽ 50 പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചു. ഒപ്പം തന്നെ ഇതിൽ 15 പേർ കുട്ടികളാണ് എന്നതാണ് വിവരം. ഒപ്പം തന്നെ സമ്മർ ക്യാമ്പിൽ കാണാതായ 27 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഇതിൽ 20 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇവർക്കായുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ഇപ്പോൾ ഈ മഹാപ്രളയത്തിന്റെ, മിന്നൽ പ്രളയത്തിന്റെ വിവരങ്ങൾ കൂടുതൽ പുറത്തു വരുന്നുണ്ട്. അതായത് മണിക്കൂറിൽ 2 മണിക്കൂറിനിടെ നദികളിൽ ഏകദേശം 6.2 മീറ്റർ ഉയരത്തിലാണ് ജലനിരപ്പ് ഉയർന്നത്. അത് വെറും 2 മണിക്കൂർ കൊണ്ടാണ് അത്രയും അധികം ജലനിരപ്പ് ഉയർന്നത്. ഒപ്പം തന്നെ 1 മാസം ലഭിക്കേണ്ടിയിരുന്ന മഴയാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ, അതായത് വെള്ളിയാഴ്ച പുലർച്ചയോടുകൂടി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ 1 മാസം കൊണ്ട് ആ പ്രദേശത്ത് ലഭിക്കേണ്ട മഴയാണ് ലഭിച്ചത്. ഇതാണ് മിന്നൽ പ്രളയത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ നേരത്തെ തന്നെ ഈ വലിയ മഴയുണ്ടാകും, ശക്തമായ മഴയുണ്ടാകും എന്നൊക്കെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇത്രയധികം ഒരു ദുരന്തത്തിലേക്ക് വഴിവെക്കുന്ന അല്ലെങ്കിൽ കൃത്യമായി ഇതിന്റെ ഒരു കണക്ക് പ്രവചിക്കാൻ കഴിഞ്ഞില്ല. അതിനെതിരെ ഇപ്പോൾ ശക്തമായ വിമർശനം ഉയരുന്നുണ്ട്. കൃത്യമായി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകാൻ കാലാവസ്ഥാ വകുപ്പിനോ സർക്കാരിനോ കഴിഞ്ഞില്ല എന്നൊരു ആരോപണം ഉയരുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. ഒപ്പം തന്നെ പ്രദേശത്ത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റോഡുകളൊക്കെ തകർന്നിട്ടുണ്ട്. വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണിട്ടുണ്ട്. ഇതൊക്കെ ഈ രക്ഷാ ദൗത്യത്തിന് കൂടുതൽ വെല്ലുവിളിയാകുന്നുണ്ട്. പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ ശക്തമായി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഒപ്പം സമീപത്തെ ചില മേഖലകളിലൊക്കെ ഈ വൈദ്യുതി പുനഃസ്ഥാപിച്ചതും ഈ രക്ഷാ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആശ്വാസകരമായിട്ടുണ്ട്. ഒപ്പം തന്നെ സമീപത്തുള്ള ഒരു ചർച്ചിലേക്ക് ഇനി കാണാതായവർ അവിടെ ഒത്തുചേരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ അവിടെ വെച്ച് ഈ കൂടുതൽ പേര്, ബന്ധുക്കളോ മറ്റു സുഹൃത്തുക്കളോ ആരെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ അവരെ അവിടെ വെച്ച് തിരിച്ചറിയാം എന്ന ഒരു നിഗമനത്തിലാണ്. ഒപ്പം തന്നെ അത്തരമൊരു അറിയിപ്പാണ് ഇപ്പോൾ അധികൃതർ നൽകിയിട്ടുള്ളത്. ആ ചർച്ചിലേക്ക് എത്തിച്ചേരണമെന്നാണ് വിവരം. ഒപ്പം തന്നെ ഈ സമ്മർ ക്യാമ്പിൽ കാണാതായ പെൺകുട്ടികളെ സംബന്ധിച്ചാണ് ഏറ്റവും ആശങ്ക ഉയരുന്നത്. കാരണം ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ്. ഇതുവരെ 250 പരം ആളുകളെയാണ് ഇതുവരെ രക്ഷപ്പെടുത്തിയത്. പക്ഷേ ഈ സമ്മർ ക്യാമ്പിൽ ഉണ്ടായിരുന്ന 27 പേരിൽ 7 പേരെ മാത്രമാണ് ഇതുവരെ കണ്ടെത്താനായത്. ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഡോക്ടർ സജിമോൻ ആന്റണി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ സജിമോൻ, വളരെ ദുഃഖകരമായ, അപ്രതീക്ഷിതമായ ഒരു വാർത്തയുടെ ഞെട്ടലിൽ തന്നെയായിരിക്കും നിങ്ങളെല്ലാവരും ഉണ്ടാവുക. ഏറ്റവും ഒടുവിൽ ഈ രക്ഷാപ്രവർത്തനമൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ടെക്സസ് പോലൊരു മേഖലയിൽ ഇങ്ങനെ അപ്രതീക്ഷിതമായി 2 കെട്ടിടത്തിൻ്റെ ഉയരത്തിലൊക്കെ വെള്ളം പൊങ്ങുക എന്ന് പറയുമ്പോൾ അതുണ്ടാക്കാവുന്ന തിരിച്ചടി ചെറുതല്ല. നിലവിൽ എന്താണ് സാഹചര്യങ്ങൾ?
തീർച്ചയായിട്ടും ശ്രീജ, ഇത് അമേരിക്കയിൽ ഒരു ലോങ് വീക്കെൻഡ് ആണ്. ജൂലൈ 4th ആണ്. ജൂലൈ 4th ലോങ് വീക്കെൻഡിനകത്ത് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്ത് ഒത്തിരി ട്രാവൽ ചെയ്യുന്ന സമയമായിരുന്നു. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ഫ്രൈഡേ തുടങ്ങിയ ആ ഒരു മിന്നൽ പ്രളയത്തിൽ ഏകദേശം 2 മണിക്കൂർ കൊണ്ട് 6 മീറ്ററിലധികമാണ് വെള്ളം ഉയർന്നത്. ഏകദേശം ഒരു മാസത്തെ മഴയാണ് ആ ഒരു മണിക്കൂർ അല്ലെ 2 മണിക്കൂർ സമയത്ത് കൊണ്ട് വന്നു വീണത്. കാലാവസ്ഥ പ്രവചിച്ചിരുന്നു ടൊറൻഷ്യൽ റെയിൻ ഉണ്ടാകുമെന്നുള്ളത്. എന്നാൽ ഈ ഒരു തോതിൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ആർക്കുമില്ലായിരുന്നു. ഒന്ന്. രണ്ടാമത്തേത്, ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ക്യാമ്പിങ്ങിനും സമ്മർ ക്യാമ്പിനും ഒക്കെ വളരെയധികം ഫേമസ് ആയിരുന്നു. സെഞ്ചുറീസ് ഓൾഡ് ഹിസ്റ്റോറിക്കൽ സിറ്റിയാണ് ഇത്. നമ്മുടെ ഹൂസ്റ്റണിൽ നിന്നും ഡാലസിൽ നിന്നും അവിടേക്കാണ് ഒത്തിരി ഇന്ത്യൻസ് അല്ലെ മലയാളികൾ തിങ്ങി പാർക്കുന്നത്. അവിടെ നിന്ന് ഏകദേശം 4-5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. സെൻട്രൽ ടെക്സാസ് ആണ്. ടെക്സാസ് നിങ്ങൾക്കറിയാം, ഒത്തിരിയധികം വലിയൊരു സ്റ്റേറ്റ് ആണ്. അപ്പം ആ ഒരു സ്പെസിഫിക് ഏരിയയിലാണ് ഈ ഒരു മിന്നൽ പ്രളയം നടന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴത്തെ ഇവിടെ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് 50-ലധികം ആൾക്കാർ മരിച്ചു. അതിലൊരു 15-ലധികം കുട്ടികളുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഏകദേശം 27 പേരുള്ള ക്യാമ്പിങ്ങിന്റെ ഒരു ഗേൾ സ്കൗട്ട് ക്യാമ്പിംഗ് സെന്റർ ഉണ്ടായിരുന്നു. ആ സെന്ററിനകത്ത് നിന്ന് 20-ലധികം കുട്ടികളെ ഇപ്പോഴും കാണുന്നതായിട്ടുണ്ട്. അപ്പൊ അവർ അൺഅക്കൗണ്ടഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഏതായാലും വളരെയധികം വേദനാജനകമായ ഒരു സംഭവമാണ്. 50-ലധികം പേര് മരിക്കുന്നു. അതിൽ 15-ലധികം കുട്ടികൾ, 20-ലധികം കുട്ടികളെ ഇപ്പോഴും കാണാനുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ഫ്ലാഷ് ഫ്ലഡിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു വാർത്ത ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായി ട്രംപും മസ്കും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വാർത്തകളാവുമ്പോഴും മസ്ക് ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞിരുന്നു, ഇനി ഇങ്ങനെയാണെങ്കിൽ ഞാനൊരു സ്വന്തം പാർട്ടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോഴും അത് എത്ര കണ്ട് യാഥാർത്ഥ്യമാകുമെന്ന സംശയം ചെറുതായിട്ടൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മസ്കിൻ്റെ വൈൽഡ് ഐഡിയാസിനെ പറ്റിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ഇതാ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു. ട്രംപിൻ്റെ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബില്ലിനെതിരെ തൻ്റെ നിലപാടുമായി അമേരിക്ക പാർട്ടിയുമായാണ് രംഗത്തെത്തുന്നത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ, പ്രതികരണങ്ങൾ? തീർച്ചയായിട്ടും ട്രംപ് മസ്ക് ആ ഒരു ബ്രൊമാൻസ് കഴിഞ്ഞ 6 മാസത്തിലധികം പല ട്വിസ്റ്റും കോണുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതൊരു പുതിയ ട്വിസ്റ്റിലേക്കാണ് ഇപ്പം മാറിയിരിക്കുന്നത്. ഇലക്ഷന് ട്രംപ് വിജയിക്കാനായിട്ട് ഒരു വലിയൊരു കാരണമായിരുന്നു ഇലോൺ മസ്കിന്റെ സപ്പോർട്ട്, ഇലോൺ മസ്കിന്റെ മണി, ഇലോൺ മസ്കിന്റെ ഇൻഫ്ലുവൻസ് എന്നുള്ളത് നമ്മൾ നിഷ്പക്ഷം കണ്ട കാര്യമാണ്. എന്നാൽ അതിനുശേഷം ഗവൺമെന്റ് റൺ ചെയ്യാനായിട്ട് ഡോഡ്ജ് വന്നതിന് ശേഷം ഇലോൺ മസ്കിന്റെ പേര് തന്നെ വളരെയധികം മോശമായിരുന്നു, നെഗറ്റീവ് റേറ്റിംഗ് ആയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വേറൊരു ട്വിസ്റ്റിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ ഹിസ്റ്റോറിക്കലി 2 പാർട്ടിയുള്ളൂ, റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും. എന്നാൽ വല്ലപ്പോഴും ഒക്കെ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു ഗ്രീൻ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വരാറുണ്ട്. എന്നാൽ അമേരിക്കയുടെ കഴിഞ്ഞ 200 വർഷം 250 വർഷത്തെ ചരിത്രത്തിൽ അത് ഒന്നും ഒരു പരിധിയിൽ കൂടുതൽ മുന്നേക്ക് പോയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് 1992 സീനിയർ ബുഷിന്റെ സമയത്തായിരുന്നു എനിക്ക് തോന്നുന്നത്. അന്നത്തെ ഒരു തേർഡ് പാർട്ടി വന്ന് 5-1 വോട്ട് പിടിച്ചു. എന്നാൽ 50 സ്റ്റേറ്റിലെ ഒരു സ്റ്റേറ്റും അവർക്ക് പിടിക്കാൻ പറ്റിയില്ല. പിന്നെ അത് ഇല്ലാതാവുകയാണ് ചെയ്തത്. അതിനുശേഷം 2010 ഒരു ചെറിയൊരു ചലനമുണ്ടായിരുന്നു. അതും ഒരിടത്തും എത്തിയില്ല. എന്നാൽ ഇത്തവണ ട്രംപ് മസ്ക് ആ ഒരു ബ്രൊമാൻസ് അവസാനിച്ചതിന് ശേഷം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പരിധികളും വിട്ടുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന പല പ്രതിഭാസങ്ങളും നമ്മൾ കണ്ടു. എന്താണ് ഇവിടുത്തെ ഒരു തർക്ക വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കയുടെ ഡെപ്റ്റ് റേഷ്യോ വളരെ കൂടുതലാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ആ ഡെപ്റ്റ് റേഷ്യോ കുറയ്ക്കും എന്നുള്ളതായിരുന്നു ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ അല്ലെങ്കിൽ ട്രംപിന്റെ ഒരു ഇലക്ഷന്റെ ഒരു വലിയൊരു വാഗ്ദാനം. അപ്പൊ അതിൽ നിന്ന് ട്രംപ് പുറകോട്ട് പോകുന്നത് മസ്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു തർക്ക വിഷയം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിയും മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് വേറൊരു തേർഡ് പാർട്ടി ആര് ഉണ്ടാക്കിയാലും അതിന് മാത്രമുള്ള പ്രസക്തി എന്തുമാത്രം ഉണ്ടെന്നുള്ളത് വരും കാലങ്ങളിൽ അത് നമുക്ക് തെളിയിക്കാൻ വരും കാലങ്ങളിൽ അതിന്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് വരത്തുള്ളൂ. എന്നാൽ അമേരിക്കയുടെ ഒരു ഇക്കണോമി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പശ്ചാത്തലത്തിൽ ഈ ഒരു പാർട്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് മസ്ക് ആയ കാരണം അദ്ദേഹത്തിന്റെ ബ്രെയിനും അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ പൈസയുടെ ബലവും ആ ഇൻഫ്ലുവൻസും പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനുള്ള ഇൻഫ്ലുവൻസും ഒക്കെ വെച്ച് കാണുമ്പോഴത്തേക്കും ചെറിയൊരു ത്രെട്ടായിട്ട് രണ്ട് പാർട്ടിയും ഇതിനെ കാണുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തോന്നുന്നത് ഒരു ഫുൾ ഫ്ലെഡ്ജ് പാർട്ടി ആയത് അമേരിക്കയിൽ 50 സ്റ്റേറ്റിലും ഇലക്ഷന് മൊത്തത്തോടെ നിൽക്കാതെ അല്ലെങ്കിൽ 50 സ്റ്റേറ്റിന്റെ മറ്റ് എല്ലാ കോൺഗ്രസിലേക്കും സെനറ്റിലേക്കും ആളെ നിർത്താതെ ഫോക്കസ് ചെയ്തിട്ട് ഒരു 10-15 സീറ്റ്, അതായത് സെനറ്റിൽ 50-100 ഉള്ളത്. ആ 100-നകത്ത് എപ്പോഴും ഇവിടെ സോളിഡ് ബ്ലൂവും സോളിഡ് റെഡും അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. പിന്നെ ഫ്ലിപ്പ് സ്റ്റേറ്റുകളുണ്ട്. ആ ഫ്ലിപ്പ് സ്റ്റേറ്റുകളാണ് മിക്കവാറും ഇലക്ഷന്റെ ആ ചൂട് ഓരോ തവണയും വരുന്നത്. അവരാണ് ഡിസൈഡിങ് ഫാക്ടർ ആയിട്ട് വരുന്നത് ഏത് ഇലക്ഷൻ ആണെങ്കിലും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു 10 സെനറ്റ് സീറ്റ് അല്ലെങ്കിൽ ഒരു 20-40 കോൺഗ്രസ് സീറ്റ് കൈവശം വെക്കുകയാണെങ്കിൽ
ഈ ഒരു പോളിസികളെ ഒരു പരിധിയിലധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസമാണ് മസ്കിനുള്ളത്. അതുകൊണ്ടിട്ട് അദ്ദേഹത്തിന്റെ സർവ്വ സോഴ്സും മണി പവറും ഇൻഫ്ലുവൻസും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും ജനപ്രതിയും ഒക്കെ ഈ ഒരു ഘടകത്തിലേക്ക് ഊന്നിക്കൊണ്ട് അല്ലെ ആ ഒരു ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വരും കാലങ്ങളിൽ മസ്ക് ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് അമേരിക്കൻ പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഇവിടുത്തെ പോളിസികൾ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അധിഷ്ഠിതമായിട്ടാണ് മസ്കിന്റെ ഒരു ബിഹേവിയർ പോകുന്നത്. എന്നാൽ അത് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും ഇവർ രണ്ടുപേരും പലപ്പോഴും അങ്ങോട്ട് മസ്കും ട്രംപുമായിട്ടുള്ള റൊമാൻസുകൾ ഇടയ്ക്ക് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വളരെയധികം മൂർച്ഛിച്ചിരുന്നു. അതിനുശേഷം പിന്നെ അവർ സെറ്റിൽ ഡൗൺ ചെയ്തു. കാരണം മസ്കിന് ഇപ്പോഴത്തെ ബിഗ് ബ്യൂട്ടിഫുൾ ബജറ്റിനകത്ത് മസ്കിന്റെ കമ്പനിക്കും മസ്കിന്റെ പ്രത്യേകിച്ച് ടെസ്ലയ്ക്കും ഒത്തിരിയധികം ദോഷപരമായ ചില തീരുമാനങ്ങളും ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടു കഴിഞ്ഞു. അത് ചിലർ പറയുന്നു ട്രംപും ഈ മസ്കുമായിട്ടുള്ള ഫൈറ്റിന്റെ ഒരു പരിണതഫലമാണ് എന്ന് പറയുന്നു. എന്നാലും മെയിൻ കാര്യം എന്ന് പറയുന്നത് 30 ട്രില്യൺ ഫെഡറൽ ഡെഫിസിറ്റ് അമേരിക്കയുടേത് 35 ട്രില്യൺ ആയിട്ട് കൂടുകയാണ്. അപ്പൊ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നുള്ളത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു കോർ മൂല്യമായിരുന്നു, അല്ലെങ്കിൽ കോർ പോളിസി ആയിരുന്നു. അപ്പൊ ആ കോർ പോളിസി വിട്ടിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി വ്യതിചലിക്കുന്നു. ട്രംപ് ഒരു ജനപ്രിയമായ ഒരു ബജറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്റ്റൈലിലേക്ക് പോകുന്നു. അപ്പൊ അതിനോടുള്ള എതിർപ്പിന്റെ ഒരു പ്രതിഭാസമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. കാതലായ ഒരു ഇത് എന്തുമാത്രം കൺസർവേറ്റിസം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഈ ഒരു അമേരിക്കൻ പാർട്ടി എന്നുള്ള ഒരു ഐഡിയയിലേക്ക് മസ്ക് വരുന്നത്. ശരി, ഇനി എന്താണ് അമേരിക്കൻ പൊളിറ്റിക്സിൽ ഉണ്ടാക്കാൻ പോകുന്ന അനക്കങ്ങൾ? എന്തെങ്കിലും അനക്കം ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.